Hello all, welcome to Eduooz Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോക്സോപ്ലാസ്മ ഗോണ്ടിയുടെ Q&A ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ 2-3 ക്ലാസ്സുകളായിട്ട് പാരസൈറ്റോളജി ആണ്, മൈക്രോബയോളജിയിലെ പാരസൈറ്റോളജി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, ടോക്സോപ്ലാസ്മ ഗോണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQs നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the primary mode of transmission Toxoplasma gondii to human? അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ tick bite, then inhalation of spores, then C ingestion of undercooked meat, then option D direct contact with infected blood. ഏതാണ്? ഫസ്റ്റ് എങ്ങനെയാണ് പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടിയുടെ? ടിക് ബൈറ്റ് വഴിയാണോ, അതോ നമ്മൾ സ്പോർട്സ് ഇൻഹെയിൽ ചെയ്യുന്നത് വഴിയാണോ, അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്യാതെ ഫുഡ് ഇൻജസ്റ്റ് ചെയ്യുന്നത് വഴിയാണോ, അതോ നമുക്ക് ഡയറക്റ്റ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഡയറക്റ്റ് കോണ്ടാക്ട് വഴി വരുന്നതാണോ? എങ്ങനെയാണ് നമുക്ക് പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് അല്ലെ, ഇൻജക്ഷൻ ഓഫ് അണ്ടർ കുക്ക്ഡ് മീറ്റ് ആണ്. ഹ്യൂമൻ ആർ പ്രൈമർലി അക്വയർ ടോക്സോപ്ലാസ്മ ഗോണ്ടി ത്രൂ ഇൻജക്ഷൻ ഓഫ് അണ്ടർ കുക്ക്ഡ് മീറ്റ് കണ്ടെയ്നിങ് ടിഷ്യൂ സിസ്റ്റ് ഓർ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ വിത്ത് oocytes ഫ്രം ദ ഫീസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, 2-3 പേര് സി ആന്ന് പറഞ്ഞിട്ടല്ലേ. ഓക്കെ, ചിഞ്ചു, രമ്യ, ഓക്കെ വെരി ഗുഡ്. ചിപ്പി, അഞ്ജു, ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഓക്കെ, then next question is, which of the following host is the definitive host for Toxoplasma gondii? Pig, human, dog, cat. ഏതാണ്? which of the following host is a definitive host for Toxoplasma gondii? Pig ആണോ, human ആണോ, dog ആണോ, cat ആണോ? ഏതാണ് definitive host? Toxoplasma gondiയുടെ definitive host ഏതാണ് വരിക? യെസ്, സി ആണ് അല്ലേ, കാറ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ഡി കാറ്റ് ആണ്. യെസ്, വെരി ഗുഡ് ചിപ്പി, ചിന്നു, അതെ അതെ യെസ്, നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, കാറ്റ് ആണ്. Cat are the only non-definitive host where sexual reproduction of Toxoplasma gondii is the intestine. Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which form of Toxoplasma gondii is infection to humans? Trophozoite, sporozoite, then bradiozoite, then sporozoite, then schizoid. ഏതാണ്? ഏത് ഫോം ആണ് ഇൻഫെക്ഷസ് ഹ്യൂമൻസിന് ഇൻഫെക്ഷസ് ആയിട്ടുള്ള ടോക്സോപ്ലാസ്മ ഗോണ്ടിയുടെ ഏത് ഫോം ആണ്? ട്രോഫോസൈറ്റ് ഫോം ആണോ, അതോ സ്പോറോസൈറ്റ് ഫോം ആണോ, അതോ ബ്രാഡിയോസൈറ്റ് അല്ലെങ്കിൽ സ്പോറോസൈറ്റ് ഫോം ആണോ, ഷിസോണ്ട് ആണോ? ഏതാണ്? ഏത് ഫോം ആണ്? നമുക്ക് നോക്കാം. യെസ്, സി ആണ് അല്ലെ, ബ്രാഡിയോസൈറ്റ് ആൻഡ് സ്പോറോസൈറ്റ് ആണ്. ബോത്ത് ബ്രാഡിയോസൈറ്റ് ഇൻ ടിഷ്യൂ സിസ്റ്റ് ആൻഡ് സ്പോറോസൈറ്റ് ഇൻ oocytes. ഇതെന്താണ്? ഇൻഫെക്ഷസ് ആണ്. ഹ്യൂമൻസിന് ഇൻഫെക്ഷസ് ഫോം ആയിട്ടുള്ളതാണ് ബ്രാഡിയോസൈറ്റും സ്പോറോസൈറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തയർമാർട്ടിൻ മീഡിയ, അത് ഏത് ഓർഗാൻസിനായിരുന്നു നോക്കി വരാൻ പറഞ്ഞിരുന്നു. തയർമാർട്ടിൻ മീഡിയ ഏത് ബാക്ടീരിയക്കായിരുന്നു? തയർമാർട്ടിൻ മീഡിയ ഏത് ബാക്ടീരിയക്കായിരുന്നു? നോക്കി വന്നിരുന്നോ? തയർമാർട്ടിൻ മീഡിയ നോക്കി വരാനായിട്ട് പറഞ്ഞിരുന്നു. ഏതാണ്, ഏത് ബാക്ടീരിയക്കാണ് നമ്മൾ തയർമാർട്ടിൻ ഉപയോഗിക്കുന്നത്? യെസ്, വെരി ഗുഡ്, നീസറിക ആണ് അല്ലെ, നീസറിക ആണ്. അമിന, ഓക്കെ വെരി ഗുഡ്. അമിന മാത്രമാണ് ആൻസർ പറഞ്ഞത്. ഓക്കെ, ചിപ്പി, ഓക്കെ ഓക്കെ വെരി ഗുഡ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് കൺജനിറ്റൽ ടോക്സോപ്ലാസ്മോസിസ്? മൈക്രോസെഫാലി, ബ്ലൂ സ്ക്ലീറ, ദെൻ ക്ലോറിയോറെന്റേറ്റൈസ്, ദെൻ സ്പാസ്റ്റിക് പാരാലിസിസ്. ഏതാണ് വരിക? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൺജനിറ്റൽ ടോക്സോപ്ലാസ്മോസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കൺജനിറ്റൽ ടോക്സോപ്ലാസ്മോസിന്റെ കൺജനിറ്റൽ ആയിട്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഏതാണ് ഇതില്? മൈക്രോസെഫാലി ആണോ, ബ്ലൂ സീറ ആണോ? യെസ്, ഓപ്ഷൻ സി ആണ്, ക്ലോറിയോ എൻറ്റൈറ്റിസ് ആണ്. ഓക്കെ, ക്ലോറിയോ എൻറ്റൈറ്റിസ് ആണ്. ഓപ്ഷൻ സി, ക്ലോറിയോ എൻറ്റൈറ്റിസ് ഹാൾമാർക്ക് ഓഫ് കൺജനിറ്റൽ ടോക്സോപ്ലാസ്മോസിസ് often leading to vision impairment. Okay, then next നോക്കാം. Which of the following is a vertical transmission route for Toxoplasma gondii? Breastfeeding, transfusion, transplacental, then organ transplantation. ഏതാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ? ബ്രസ്റ്റ് ഫീഡിങ് വഴിയാണോ, അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ വഴിയാണോ, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാസെന്റൽ വഴിയാണോ, അല്ലെങ്കിൽ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതാണ് ഇതിൽ വരിക വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ റൂട്ട്? യെസ്, സി ആണ്, ഓപ്ഷൻ സി ആണ്, ട്രാൻസ്പ്ലാസെന്റൽ വഴിയാണ്. ഓക്കെ,
Toxoplasma gondis cross the placenta during maternal infection and infect the fetus. Okay, അപ്പോൾ ഒരു mother to baby അങ്ങനെ നമുക്ക് ഇത് ട്രാൻസ്മിഷൻ നടക്കാം. Then next question is toxoplasmosis in AIDS patient most commonly present as pneumonia, toxoplasmic encephalitis, diarrhea, then retinitis. ഏതാണ് AIDS patient കോമൺലി എന്താണ് പ്രസന്റ് ആയിരിക്കും? ന്യൂമോണിയ ആണോ അതോ ടോക്സോപ്ലാസ്മിക് എൻസെഫലൈറ്റിസ് ആണോ ഡയറി ആണോ റെറ്റിനൈറ്റിസ് ആണോ എന്താണ് നോക്കാം. ബി, ഓപ്ഷൻ ബി ആണ് ടോക്സോപ്ലാസ്മിക് എൻസെഫലൈറ്റിസ് ആണ്. ഓക്കെ യെസ് അമിന ചിന്നു ഓക്കെ ഓക്കെ ബി ആണ് അല്ലേ? എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് കമന്റ് ചെയ്യണേ. ഓക്കെ ബി ആണ് ആൻസർ വരിക. Reactivation of the latent Toxoplasma gondii infection in AIDS lead to toxoplasmic encephalitis. Then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following laboratory method confirm the diagnosis of acute toxoplasmosis? Detection of IgG only, then detection of IgM antibody, then PCR for histoplasma, then culture on SDA. ഏതാണ്? Which of the following laboratory method? ഏത് മെത്തേഡ് ആണ് കൺഫേം ചെയ്യുന്നത് അക്യൂട്ട് ടോക്സോപ്ലാസ്മോസിസിനെ കൺഫേം ചെയ്ത്? IgG ഓൺലി ആണോ അതല്ലെങ്കിൽ IgM ആന്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്യുന്നത് വഴിയാണോ അല്ലെങ്കിൽ നമ്മൾ PCR ഫോർ ഹിസ്റ്റോപ്ലാസ്മയാണോ അല്ലെങ്കിൽ SDAയിൽ കൾച്ചർ ചെയ്തിട്ടാണോ? എങ്ങനെയാണ് നമുക്ക് അതിനെ കൺഫേം ചെയ്യാൻ പറ്റുക? എങ്ങനെ ചെയ്യാം? ഓപ്ഷൻ ബി ആണ് ഡിറ്റക്ഷൻ ഓഫ് IgM ആന്റിബോഡീസ് ആണ്. ഓക്കെ IgM antibodies are detected in acute infection and while IgG indicate past infection ആണ്. ഓക്കെ IgG ആണെങ്കിൽ എന്തായിരിക്കും? പാസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. അക്യൂട്ട് കണ്ടീഷൻ ആണെങ്കിൽ IgM ആയിരിക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which population is at the greatest risk for severe toxoplasmosis? സ്കൂൾ ഏജ്ഡ് ചിൽഡ്രൻസ് ആണോ അതോ ഹെൽത്തി അഡൾട്ട്സ് ആണോ അതല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ലാതെ ഓൾറെഡി അസുഖം വന്നിരിക്കുന്നവരാണോ അതോ ട്രാവലേഴ്സിലാണോ? ഏതിലാണ്? ആർക്കാണ് ഗ്രേറ്റസ്റ്റ് റിസ്ക് ഫോർ സിവിയർ ടോക്സോപ്ലാസ്മോസിസ്? ഓപ്ഷൻ സി ആണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനാണ്. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസ് സച്ച് ആസ് ദോസ് AIDS അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആർ വൾണറബിൾ ടു സിവിയർ ഓർ റിയാക്ടിവേറ്റഡ് ഇൻഫെക്ഷൻ. കാരണം ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഇല്ല. ഓക്കെ ദെൻ വാട്ട് ഈസ് ദ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഓഫ് ടോക്സോപ്ലാസ്മ ഗോണ്ടി? ആരാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്? നേരത്തെ നമ്മൾ പറഞ്ഞു ഡെഫിനറ്റീവ് ഹോസ്റ്റ് കാറ്റ് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് നോക്കാം. ഓൺലി ഹ്യൂമൻ, ഓൺലി പിഗ്, മൾട്ടിപ്പിൾ വാം ബ്ലഡഡ് അനിമൽ, ഓൺലി റോഡൻസ്. ഏതാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്? ടോക്സോപ്ലാസ്മ ഗോണ്ടിയുടെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. ഹ്യൂമൻസ് ആണോ പിഗ്സ് ആണോ അതോ മൾട്ടിപ്പിൾ വാം ബ്ലഡഡ് അനിമൽസ് ആണോ അതോ റോഡൻസ് മാത്രമാണോ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. യെസ് വെരി ഗുഡ്. മൾട്ടിപ്പിൾ വാം ബ്ലഡഡ് അനിമൽ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അല്ലെ. ടോക്സോപ്ലാസ്മ ഗോണ്ടി can infect most warm blooded animal as an intermediate host. Then what tissue is primarily affected in latent Toxoplasma gondii infection? Skin, CNS and muscle, GI tract and lungs. ഏതാണ് വരിക? സ്കിൻ ആണോ CNS ആണോ അതോ GI tract ആണോ ലങ്സ് ആണോ? ഏതാണ്? ഏത് ടിഷ്യൂ ആണ് പ്രൈമറിലി എഫക്ട് ചെയ്യുന്നത്? ലാറ്റന്റ് കണ്ടീഷനിലാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ വരിക. ബി ആണ് അല്ലെ. CNS ആൻഡ് മസിൽ ആണ്. CNS ആൻഡ് മസിൽ ആണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ലാറ്റന്റ് ടോക്സോപ്ലാസ്മോസിസ് മെയിൻലി ഇൻവോൾവ് ടിഷ്യൂ സിസ്റ്റ് ഇൻ ദ ബ്രെയിൻ ആൻഡ് മസിൽ. ഓക്കെ ടിഷ്യൂ സിസ്റ്റൻ ബ്രെയിൻ ആൻഡ് മസിൽ ആണ്. യെസ് യെസ് പ്രിൻസി ഓക്കെ വെരി ഗുഡ്. യെസ് എല്ലാവരും ബി ആണ് അല്ലെ ആൻസർ ചെയ്തുള്ളത്. ചിപ്പി, അമിന, ചിഞ്ചു, അക്ഷര ഓക്കെ ബി ആണ്. CNS ആൻഡ് മസിൽസ് അതാണ് പ്രൈമറി എഫക്റ്റഡ് ഇൻ ലാറ്റന്റ് ടോക്സോപ്ലാസ്മ ഗോണ്ടി. Then which staining method is typically used to detect Toxoplasma gondii in histopathology? CL Nielsen, Giemsa, silver staining, then gram staining. ഏതാണ്? CL Nielsen ആണോ ജിംസ ആണോ സിൽവർ സ്റ്റെയിനിങ് ആണോ ഗ്രാം സ്റ്റെയിൻ ആണോ? ഏതാണ്? ഏത് ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് മെത്തേഡ് ആണ് ടോക്സോപ്ലാസ്മ ഗോണ്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ? യെസ് ജിംസ സ്റ്റെയിൻ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ജിംസ സ്റ്റെയിനിങ് എഫക്റ്റീവ് ഇൻ വിഷ്വലൈസിംഗ് ദ ടച്ചിയോസോയിഡ്സ് ഇൻ ടിഷ്യൂ സ്പെസിമെൻ. CL Nielsen എന്തിനാ ഉപയോഗിക്കുന്നത്? CL Nielsen ബാക്കി ഓപ്ഷൻ CL Nielsen സ്റ്റെയിനിങ് എന്തിനാ ഉപയോഗിക്കുന്നത്?
എന്തിനാ ഉപയോഗിക്കുന്നത്? CL Nielsen ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് അല്ലെ, നമ്മൾ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനൊക്കെയാണ്. ദെൻ സിൽവർ സ്റ്റെയിനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, സ്പൈറോ ഷീറ്റ്സിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാം സ്റ്റെയിനിങ് നമുക്കറിയാം, നോർമലി നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻ ആണ്. ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം. വിച്ച് ഫോം ഓഫ് Toxoplasma gondii is most actively multiplying during acute infection? Bradyzoid, sporozoid, tachyzoid, then oocyte. ഏതാണ്? ഏത് ഫോമാണ് അക്യൂട്ട് ഇൻഫെക്ഷൻ അതിൽ നമ്മൾ ആക്റ്റീവ്ലി മൾട്ടിപ്പിൾ ചെയ്യുന്നത്? ഇതിൽ ഏത് ഫോമാണ് വരിക? ബ്രാഡിയോസൈറ്റ് ആണോ, സ്പോറോസോയിറ്റ് ആണോ, ടച്ചിയോസൈറ്റ് ആണോ, അതോ ഊസൈറ്റ് ആണോ? ഏത് വരും? യെസ്, ഓപ്ഷൻ സി ആണ്, ടച്ചിയോസോയിറ്റ് ആണ്. ഓക്കെ, ടച്ചിസോയിറ്റ് ആണ് അത് ആക്റ്റീവ്ലി റെപ്ലിക്കേറ്റിംഗ് ഫോം ഡ്യൂറിങ് അക്യൂട്ട് ഇൻഫെക്ഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ക്യാൻ റിസൾട്ട് ഫ്രം കൺജെനിറ്റൽ ടോക്സോപ്ലാസ്മോസിസ്? കാറ്ററാക്ട്, അനീമിയ ആൻഡ് റാഷ്, ദെൻ ഹൈഡ്രോസെഫാലസ്, choroenteritis, then intracranial calcification, deafness and craniocytosis, then clubfoot and scoliosis. ഏതാണ് വരിക? ഏത് കണ്ടീഷൻ ആണ് കൺജെനിറ്റൽ ടോക്സോപ്ലാസ്മോസിന്റെ? അല്ലെങ്കിൽ അനീമിയ ആൻഡ് റാഷ് ആണോ, അതോ ഹൈഡ്രോസെഫാലസ് ആണോ, അതോ കോറിയോറെറ്റനൈറ്റിസ് ആണോ, അതോ ഇൻട്രാക്രാനിയൽ കാൽസിഫിക്കേഷൻ ആണോ, അതോ ഡെഫിനെസ്, അതുപോലെ തന്നെ ക്രാനിയോ സൈനോടോസിസ് ആണോ, അല്ലെങ്കിൽ ക്ലബ് ഫുട്ട് സ്കോളിയോസിസ് ആണോ? ഏതാണ് വരിക? ഇതിലേത് കണ്ടീഷൻ ആണ് കൺജെനിറ്റൽ ടോക്സോപ്ലാസ്മോസിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നത്? ഏതാണ്? നമുക്ക് നോക്കാം. യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ. യെസ്, വെരി ഗുഡ്. ചിപ്പി, ചിഞ്ചു, അനസ്യ, ഓക്കെ, അമിന, ഓക്കെ, വെരി ഗുഡ്. ഇവരെല്ലാവരും ബി ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, അൽഫോൺസ്, ഓക്കെ, വെരി ഗുഡ്. ബി ആണ് അല്ലേ, ബി ആണ് നമ്മുടെ ആൻസർ. ദ ക്ലാസിക് triad of congenital toxoplasmosis include hydrocephalus, chorioentitis, and intracranial calcifications. Then, what is the first line treatment for toxoplasmosis in immunocompromised patient? Amphotericin B, metronidazole, then pyrimethamine and sulfadazine with folinic acid, then fluoroconazole. ഏതാണ് വരിക? ഏത് വരും? ഏതാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് ടോക്സോപ്ലാസ്മോസിന് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്ത് കൊടുക്കും? ആംഫോട്ടറിസിൻ ബി ആണോ, അതോ മെട്രിനഡസോൾ കൊടുക്കുമോ, അതോ സൾഫാഡസിൻ വിത്ത് ഫോളിനിക് ആസിഡ് ആണോ, അല്ലെങ്കിൽ ഫ്ലൂക്കനസോൾ ആണോ? ഏതാണ് ചെയ്യുക? ഏത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുക ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിലാണ്? യെസ്, സി ആണ്. ഓക്കെ, സി ആണ്. ഓക്കെ, ചിഞ്ചു, ഓക്കെ, എല്ലാവരും ഓക്കെ ഓക്കെ, ചിലർ ബി ആണെന്ന് പറയുന്നു. സി ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, pyrimethamine and sulfadiazine with folinic acid. ഓക്കെ, അതാണ് നമ്മൾ ആൻസർ വരിക. അതാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഫോർ ടോക്സോപ്ലാസ്മോസിസ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസിൽ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രിവെന്റീവ് സ്ട്രാറ്റജി അഗൈൻസ്റ്റ് ടോക്സോപ്ലാസ്മ ഗോണ്ടി ഇൻഫെക്ഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി? എന്ത് ചെയ്യാൻ പറ്റും? Administer vaccine, then avoidance of contact with the cat and consumption of undercooked meat, then prophylactic antibiotic, then isolation in hospital. എന്ത് സ്ട്രാറ്റജി ഫോളോ ചെയ്താലാണ് നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക? പ്രഗ്നൻസി കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിവെന്റീവ് സ്ട്രാറ്റജി? യെസ്, നമ്മൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം കാറ്റ് ആണല്ലേ മെയിൻ ആയിട്ടുള്ള ഹോസ്റ്റ്. അപ്പൊ നമ്മൾ കോണ്ടാക്ട് ഒഴിവാക്കുക. നമുക്ക് എല്ലാവർക്കും വളരെ എന്താ പറയാ ഇഷ്ടമൊക്കെയുള്ള ഒരു ജീവിയാണ് അല്ലെ കാറ്റ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മീറ്റ് ഒക്കെ കഴിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, പ്രത്യേകിച്ച് പ്രഗ്നൻസി കണ്ടീഷനിലാണെങ്കിൽ. ദെൻ ഇൻറ്റസ്റ്റൈനൽ കൊക്കീഡിയം പാരസൈറ്റ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് Q&A നമുക്ക് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഫോർ ഇൻറ്റസ്റ്റൈനൽ കൊക്കീഡിയൻ പാരസൈറ്റ്? വെക്ടർ ബോൺ, ഫീക്കോ ഓറൽ, ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, സെക്ഷൽ കോണ്ടാക്ട്. ഏതാണ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ഇൻറ്റസ്റ്റൈനൽ കൊക്കീഡിയൻ, ഇൻറ്റസ്റ്റൈനൽ ആണ്. വെക്ടർ ബോൺ, ഫീക്കോ ഓറൽ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്തായിരിക്കും ഇൻറ്റസ്റ്റൈനൽ കൊക്കീഡിയൻ പാരസൈറ്റ്? യെസ്, ഒബിയസ്ലി ഫീക്കോ ഓറൽ ആയിരിക്കും അല്ലെ. Intestinal coccidia such as Cryptosporidium, Cyclospora and Isospora are transmitted by ingestion and ingesting contaminated food or water containing oocyte. Okay,
Then, which of the following intestinal coccidia acid-fast positive is acid-fast positive in stool microscopy? ഏതാണ് ഇതിൽ ആസിഡ് ഫാസ്റ്റ് പോസിറ്റീവ് കാണിക്കുന്നത്? ജിയാർഡിയ ലാംബ്ലി ആണോ, അതോ എൻഡമീബ ഹിസ്റ്റോലറ്റിക് ആണോ, അതോ ക്രിപ്റ്റോസ്പോറിഡിയം പാർവോ ആണോ, ടുച്ചുറസ് ടുച്ചുറ ആണോ? ഏതാണ് ഏതാണ് ഇതിലേതാണ് ഇന്റസ്റ്റൈനൽ കൊക്കീഡിയ ആസിഡ് ഫാസ്റ്റ് കാണിക്കുന്നത് സ്റ്റൂൾ മൈക്രോസ്കോപ്പിൽ? ജിയാർഡിയ ലാംബ്ലി ആണോ, എൻറ്റമീബ ഹിസ്റ്റോലറ്റിക് ആണോ, അല്ലെങ്കിൽ ക്രിപ്റ്റോസ്പോറിഡിയം പാറോ ആണോ, അതോ ട്രിച്ചുറിയസ് ട്രിച്ചുറ ആണോ? ഓക്കെ, ബാക്ടീരിയോളജി ക്യൂസ്. ഓക്കെ ഓക്കെ, നമ്മൾ അനി വരുന്ന ക്ലാസ്സുകളിൽ ബാക്ടീരിയോളജി ഉണ്ടാവും. ഓക്കെ, ബാക്ടീരിയോളജി നമുക്ക് ചെയ്യാം. ഓക്കെ, Q&A ചെയ്യാം. അപ്പൊ ഇതിലേതാണ് ആൻസർ വരിക? ആസിഡ് ഫാസ്റ്റ് പോസിറ്റീവ് സ്റ്റൂൾ മൈക്രോസ്കോപ്പി സി ആണ്, ക്രിപ്റ്റോസ്പോറിഡിയം പാറോ ആണ്. ക്രിപ്റ്റോസ്പോറിഡിയം പാറോ ആസിഡ് ഫാസ്റ്റ് ക്യാൻ ബി ഡിറ്റക്ടഡ് യൂസിങ് മോഡിഫൈഡ് സിഎൽ നിൽസൺ സ്റ്റെയിൻ. ആരാണ് ഈ ട്രിച്ചുറസ് ട്രിച്ചുറ? ഏത് വേമാണ്? വിപ്പ് വേം ആണോ, പിൻ വേം ആണോ, ഏതാണ്? ഹുക്ക് വേം ആണോ, ടേപ്പ് വേം ആണോ, റൗണ്ട് വേം ആണോ, എന്താണ്? ആരാ ട്രിച്ചുറസ് ട്രിച്ചുറ? നമ്മള് ജപ്പാനീസ് ലാന്റേൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അല്ലേ? ട്രിച്ചുറസ് ട്രിച്ചുറ, നമ്മൾ പിൻ വേം, വിപ്പ് വേം ഒക്കെ, ഹുക്ക് വേം ഒക്കെ പഠിച്ചിരുന്നു. യെസ്, വിപ്പ് വേം ആണ് അല്ലേ? ഓക്കെ, മറക്കരുത്, വിപ്വം, പിൻവം, ഹുക്വം അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, then next, which stage of isospora belli is infective to human? Sporozoite, sporulated oocyte, then trophozoite, then unsporulated oocyte. ഏതാണ് ഇൻഫെക്റ്റീവ് ടു ഹ്യൂമൻസ്? ഇതിൽ ഏത് ഫോം ആണ്? സ്പോറോസോയിറ്റ് ആണോ, അതോ സ്പോർലേറ്റഡ് oocyte ആണോ, ട്രോഫോസോയിറ്റ് ആണോ, അതോ അൺസ്പോർലേറ്റഡ് oocyte ആണോ? ഏതാണ് വരുക? ഏത് വരും? യെസ്, ബി ആണ് വരിക, സ്പോർലേറ്റഡ് oocyte. ഓക്കെ, സ്പോർലേറ്റഡ് oocyte ആണ്. സ്പോർലേറ്റഡ് oocytes containing sporozoite and are the infective form for all intestinal coccidia. Okay, then next നോക്കാം. Which parasite is associated with a severe diarrhea in AIDS patient? Ascaris lumbricoides, Cryptosporidium parvum, Ancylostoma duodenale, then Enterobius vermicularis. ആരാണ്? ഏത് പാരസൈറ്റ് ആണ് സിവിയർ ഡയറിയ ഇൻ എയ്ഡ്സ് പേഷ്യന്റ്? ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണോ, ക്രിപ്റ്റോസ്പോറിഡിയം പാർവോ ആണോ, അതോ ആൻസൈലോസ്റ്റോമ ഡ്യൂഡനൽ ആണോ, അതോ എൻട്രോബിയസ് വെർമിക്കുലാരിസ് ആണോ? ബി ആണ്, ക്രിപ്റ്റോസ്പോറിഡിയം പാർവോ. നമ്മളിപ്പോ തന്നെ പറഞ്ഞു, നമ്മള് സ്റ്റൂൾ മൈക്രോസ്കോപ്പിൽ എന്താ കാണിക്കുക? ആസിഡ് ഫാസ്റ്റ് അല്ലെ, മോഡിഫൈഡ് സിഎൽ നിൽസൺ ആണെന്ന് പറഞ്ഞു. ഈ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എവിടെയോ നമ്മൾ പഠിച്ചിരുന്നല്ലോ. എന്താ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിന്റെ പ്രത്യേകത? എന്താ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിന്റെ പ്രത്യേകത? എന്താ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിന്റെ? ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആരാ? ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്? ഒന്ന് കമന്റ് ചെയ്യാവോ? എല്ലാരെയും പറ്റി നമുക്ക് അറിയാം. ആൻസൈലോസ്റ്റോമ ഡ്യൂഡനൽ അല്ലെ, എൻട്രോബിയസ് വെർമിക്കുലാരിസ്. ആരാത്? ലാർജസ്റ്റ് നമ്മുടെ ലാർജസ്റ്റ് റൗണ്ട് വോം ആണ് അല്ലെ, ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് അല്ലെ, ലാർജസ്റ്റ് റൗണ്ട് വോം ആണ്. യെസ് യെസ്, വെരി ഗുഡ് അമീന. ഓക്കെ, ഈ ആൻസൈലോസ്റ്റോമ ഡ്യൂഡനലോ അതാരാ? അതുപോലെ തന്നെ എൻട്രോബിയസ് വെർമിക്കുലാരിസ് അതോ ആരാ? എൻട്രോബിയസ് വെർമിക്കുലാരിസ് ആരാണ്? എൻട്രോബിയസ് വെർമിക്കുലാരിസ്, യെസ്, ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് കറക്റ്റ് ആണ്. നമ്മൾ ലാർജസ്റ്റ് റൗണ്ട് വോം ആണ്. യെസ്, അപ്പൊ ആരും മറന്നിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. പ്രിൻസി, യെസ്, വെരി ഗുഡ്. പിന്നെ അമിന, ചിപ്പി, അമിന, ഓക്കെ, ചിഞ്ചു, അൻസി, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എൻട്രോബിയസ് വെർമിക്കുലാരിസ്, എൻട്രോബിയസ് വെർമിക്കുലാരിസ് ആരാ? വിപ്പോമോ? അതെവിടെ നിന്ന് വന്നു? വിപ്പോം നമ്മൾ ട്രിച്ചുറസ് ട്രിച്ചുറ അല്ലേ. എൻട്രോബിയസ് വെർമിക്കുലാരിസ് പിൻവേം ആണ്. പിന്നെ ആൻസൈലോസ്റ്റോമ ഡ്യൂഡനൽ, പിന്നെ ഹുക്ക്വേം, പിന്നെ വേറെ ഒരാളും കൂടി നമ്മൾ പഠിച്ചിരുന്നല്ലോ ഹുക്ക്വേമില്. അതാരായിരുന്നു? ഹുക്ക്വേമിൽ നമ്മൾ വേറെ ഒരു പേരും കൂടെ പഠിച്ചായിരുന്നു അല്ലെ, വേറെ ഒരാളെയും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു ഹുക്ക്വേമില്? മറന്നോ പേര്? യെസ്, എൻട്രോബിയസ് പിൻവേം ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്. ചിപ്പി അല്ലെ, നെക്കേറ്റർ അമേരിക്കാനിസ് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ഈ കാലാസർ ആരാ കോസ് ചെയ്യുന്നേ? അതാരാ കോസ് ചെയ്യുന്നേ? കാലാസർ മറന്നോ? മറക്കരുത്.
ഇമ്പോർട്ടന്റ് ആണ്. കാലാസർ ആരാ കോസ് ചെയ്യുന്നേ? എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. ഇതും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് നമുക്ക്. യെസ്, ലിഷ്മാനിയ ഡോണോവൺ, അമീന. ഓക്കെ, വെരി ഗുഡ്. ചിപ്പി, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാരസൈറ്റ് പ്രൊഡ്യൂസ് oocyte ദാറ്റ് autofluorescence under UV light? സൈക്ലോസ്പോറ, കയറ്റാനിയാസിസ്, ഐസോസ്പോറ, ബെല്ലി, ദെൻ ക്രിപ്റ്റോസ്പോറിഡിയം, പാർവം, എൻറ്റമീബ, കോളെ. ഏതാണ്? വിച്ച് പാരസൈറ്റ് പ്രൊഡ്യൂസ് oocyte that autofluorescent under UV light? സൈക്ലോസ്പോറ, കയറ്റാനിയാസിസ് ആണ്. Cyclospora oocyte shows a autofluorescence under UV light aiding in diagnosis. Then next question നോക്കാം. Which of the following is the largest intestinal coccidian parasite? Cryptosporidium, Cyclospora, Isospora belli, then Microsporidium. ഏതാണ് largest intestinal coccidian parasite? ഏതാണ്? Cryptosporidia ആണോ, അതോ സൈക്ലോസ്പോറ ആണോ, ഐസോസ്പോറ ബെല്ലി ആണോ, അതോ മൈക്രോസ്പൊറീഡിയം ആണോ? ഏതാണ് വരിക? ഏതാണ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ കൊക്കിഡിയൻ? ഓപ്ഷൻ സി ആണ്, ഐസോസ്പോറ ബെല്ലി ആണ്. ഐസോസ്പോറ ബെല്ലി oocyte are the largest among coccidia, measuring around 20 to 30 μm. Then what is the first line treatment for Isospora belli infection? Metronidazole, nitoxoxanide, then TMP-SMX, trimetropium sulfamethoxazole, then albendazole. ഏതാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് ഐസോസ്പോറ ബെല്ലി ഇൻഫെക്ഷൻ? നമ്മൾ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ കൊക്കിഡിയൻസ് പറഞ്ഞു അല്ലേ? അതിന്റെ ട്രീറ്റ്മെന്റ്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? മെട്രോണിഡസോൾ ആണോ, നൈട്രോസോക്സാനൈഡ് ആണോ, അതോ TMP-SMX ആണോ, ട്രൈമെത്രോപ്പിയം സൾഫോമെത്തോക്സോൾ ആണോ, അതോ ആൽബെൻഡസോൾ ആണോ? എന്ത് കൊടുക്കാം നമുക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട്? ഓപ്ഷൻ സി ആണ്, TMP-SMX, ട്രൈമെത്രോപ്പിയം സൾഫോമെത്തോക്സോൾ ആണ് കൊടുക്കുന്നത്. ഓക്കെ, then next, which of the following parasite can be waterborne and resistant to chlorination? Giardia lamblia, Cyclospora, Caetaniasis, then Cryptosporidium, parvum, then Ascaris lumbricoides. ഏത് പാരസൈറ്റ് ആണ് വാട്ടർ ബോൺ അതുപോലെ റെസിസ്റ്റൻസ് ടു ക്ലോറിനേഷൻ? ഏതാണ്? ജിയാർഡിയ ലാംബ്ലിയ ആണോ, അതോ സൈക്ലോസ്പോറ കാറ്റനിയസിസ് ആണോ, അല്ലെങ്കിൽ ക്രിപ്റ്റോസ്പോറിഡിയം പാർവ ആണോ, അല്ലെങ്കിൽ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണോ? ഏതാണ് വരിക? ഏത് വരും? യെസ്, സി ആണ്, ക്രിപ്റ്റോസ്പോറിഡിയം പാർവ ആണ്. ഓക്കെ, ക്രിപ്റ്റോസ്പോറിഡിയം oocytes are the resistance to chlorination, making them important waterborne pathogen. ഈ വാട്ടറിൽ കൂടെ വരുന്ന ഒരു അമീബ, അതാരായിരുന്നു? നമ്മളൊരു ബ്രെയിനേറ്റിംഗ് അമീബ, നമ്മളിപ്പോ റീസെന്റ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെ? അതാരായിരുന്നു? ഏതായിരുന്നു ബ്രെയിനേറ്റിംഗ് അമീബ? നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഒരുപാട് ന്യൂസുകളും ഒക്കെ കാണുന്നുണ്ട് അല്ലെ? ഒരുപാട് അപകടങ്ങൾ ഒക്കെ നമ്മള് ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇൻഫെക്റ്റ് ആയിട്ട്. യെസ്, നെഗ്ലേറിയ ഫൗലേറി അല്ലെ? യെസ്, നെഗ്ലേറിയ ആണ് ബ്രെയിനേറ്റിംഗ് അമീബ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ പ്രൈമറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ക്രിപ്റ്റോസ്പോറിഡിയം ഇൻഫെക്ഷൻ? ഡയറക്റ്റ് വെറ്റ് മൗണ്ട്, മോഡിഫൈഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, കൾച്ചർ, എൻഡോസ്കോപ്പി. ഏതാണ് പ്രൈമറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ക്രിപ്റ്റോസ്പോറിഡിയം ഇൻഫെക്ഷനിലെ ഏറ്റവും പ്രൈമറി ആയിട്ട് ഏത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്? ഡയറക്റ്റ് ആയിട്ട് വെറ്റ് മൗണ്ട് ആണോ, അല്ലെങ്കിൽ നമ്മൾ മോഡിഫൈഡ് ആയിട്ടുള്ള ആസിഡ് ഫാസ്റ്റ് ആണോ, കൾച്ചർ ആണോ, എൻഡോസ്കോപ്പി ആണോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എന്താണ് ആൻസർ വരിക? നമ്മൾ ഓൾറെഡി 2-3 MCQലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ? യെസ്, മോഡിഫൈഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ്. ഓൾറെഡി നമ്മൾ 2-3 MCQൽ ഡിസ്കസും ചെയ്തതാണ് അല്ലെ? oocyte of cryptosporidium are acid fast and that can be visualized with modified CN Nielsen stain. Then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which host are Cyclospora oocyte sporulated to become infective? Human, animal reservoir, environment, outside host, then vector. ഏതാണ്? Which host are Cyclospora oocyte sporulated to become infective? Human, animal reservoir, environment, അല്ലെങ്കിൽ outside host, then vector. ഏതാണ് ഇൻഫെക്റ്റീവ്? യെസ്, ഏത് ഹോസ്റ്റ് ആണ്? എൻവിറോൺമെന്റ് ആണ്, ഔട്ട്സൈഡ് ഹോസ്റ്റ് ആണ്.
സൈക്ലോസ്പോറ oocyte ഔട്ട്സൈഡ് എൻവിറോൺമെന്റ് ആണ് സ്പോറിലേറ്റഡ് ടു മോർ become infective ആവുന്നത്. ഓക്കെ, then which of the following is not a characteristic of cryptosporidium? Not എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ശ്രദ്ധിക്കുക. Not characteristic of cryptosporidium. Zoonotic potential, acid fast oocyte, then autofluorescent under UV, then intracellular but extra cytoplasmic location. ഏതാണ്? Which of the following not characteristic ആണ്, ശ്രദ്ധിക്കുക. Not characteristic ആണ് zoonotic potential, acid fast oocyte, autofluorescence under UV, intracellular but extra cytoplasmic location. എന്താണ് ഈ സൂണോട്ടിക് ഇൻഫെക്ഷൻ? എന്താണ് സൂണോട്ടിക്? എന്താ സൂണോട്ടിക് ഇൻഫെക്ഷൻ? നമ്മൾ ഇൻഫെക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ സൂണോട്ടിക് അല്ലെങ്കിൽ നമ്മൾ നോസോകോമിയൽ അല്ലെങ്കിൽ ഹൈഡ്രോജനിക് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതില് സൂണോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ എന്താ? സൂണോട്ടിക് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ആരിൽ നിന്ന് പകരം എങ്ങനെയാ നമുക്ക് സൂണോട്ടിക് ഇൻഫെക്ഷൻ? എങ്ങനെയാ സൂണോട്ടിക് ഇൻഫെക്ഷൻ ആരിൽ നിന്നാ നമുക്ക് കിട്ടുക? എന്താണ് സൂണോട്ടിക് ഇൻഫെക്ഷൻ എക്സാമ്പിൾ? ഡിസീസിന് സൂണോട്ടിക് ഡിസീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് സൂണോട്ടിക്? യെസ്, നമ്മൾ എനിമൽ ഇൻഡ്യൂസ്ഡ് ആണ് അല്ലെ? എനിമൽസ് വഴി നമുക്ക് വരുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾസ് ഏതൊക്കെയാണ് സൂണോട്ടിക്കിന്? യെസ്, നമ്മൾ എനിമൽ കോസിംഗ് ആണ്. ഓക്കെ, ഏതാണ് എക്സാമ്പിൾ? ഏതാണ് സൂണോട്ടിക്? നമ്മുടെ നോസോകോമിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോസോകോമിയൽ എന്താണ്? യെസ്, ആന്ത്രാക്സ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അത് ആന്ത്രാക്സ് ഉണ്ട്, ബ്രൂസലോസിസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ സൂണോട്ടിക് ആണ് വരിക. ഓക്കെ, ഹ്യൂമൻ ടു എനിമൽ ആണ്, എനിമൽ ടു ഹ്യൂമൻ ആണ് കേട്ടെ. ഓക്കെ, രമ്യ അങ്ങോട്ടിട്ട് മാറിപ്പോയതാണ്. എനിമൽ ടു ഹ്യൂമൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അതെന്ത് ഇൻഫെക്ഷൻ? നോസോകോമിയൽ നമ്മൾ ഇൻഫെക്ഷൻസ് പഠിച്ചപ്പോൾ പല ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ പഠിച്ചിട്ടുണ്ട്. നോസോകോമിയൽ, അതുപോലെ തന്നെ ഹൈഡ്രോജനിക് അല്ലെ? യെസ്, റാബിസ് ഉണ്ട്. ഓക്കെ, ബ്രൂസലോസ്. ഓക്കെ, ബ്രൂസലോസിസ്, ആന്ത്രാക്സ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, നോസോകോമിയൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അക്വേർഡ് ആണ്. ദെൻ നമ്മൾ ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഉണ്ടല്ലോ, അത് ഏതായിരുന്നു? നമ്മള് ഫിസിഷ്യൻ, നമ്മൾ എന്താ പറയാ, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആള് ഫിസിഷ്യൻ വഴി നമുക്ക് എങ്ങനെ പകരാം? ആ ഒരു ഡിസീസിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ നമ്മൾ എന്ത് പറയും? നമ്മൾ ഹൈഡ്രോജനിക് എന്നാണ് പറയാ അല്ലെ? നോസോകോമിയൽ എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ അക്യൂഡ് ആണ്. ഓക്കെ, ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഹൈഡ്രോജനിക് ആണ്. ഓക്കെ, വെരി ഗുഡ്. ചിപ്പി. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. അക്ഷര, അനസ്യ, ഓക്കെ, പ്രിൻസി, ചിഞ്ചു, രമ്യ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ നോട്ട് ക്യാരക്ടറിസ്റ്റിക് എന്നാണ്. അപ്പൊ സൂണോട്ടിക് പൊട്ടൻഷ്യൽ ആണെന്ന് പറയുന്നു, ആസിഡ് ഫാസ്റ്റ് oocyte ആണെന്ന് പറയുന്നു, ഓട്ടോ ഫ്ലൂറസെൻസ് അണ്ടർ UV ആണെന്ന് പറയുന്നു, ദെൻ ഇൻട്രാസെല്ലുലാർ ബട്ട് ഇൻ എക്സ്ട്രാ സൈറ്റോപ്ലാസ്മിക് ലൊക്കേഷൻ. അപ്പൊ നമുക്ക് നോക്കാം, സി ആണ്, ഓട്ടോ ഫ്ലൂറസെൻസ് അണ്ടർ UV ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം, which immune components is most crucial in fighting cryptosporidium infections? Eosinophils, B cells, CD4 plus T cells, antibody. ഏതാണ്? Which immune component is more crucial fighting cryptosporidium infection? Eosinophil ആണോ, B cells ആണോ, CD4 plus T cells ആണോ, antibodies ആണോ? ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്, CD4 plus T cells ആണ്. Cell mediated immunity especially involving CD4 plus T cell is a key controlling cryptosporidium, explaining severe infection in AIDS patient. Okay, then next question നോക്കാം. Which parasite show oocyte with 2 sporozoite and each containing 4 sporozoite? ഏതാണ്? ഏത് പാരസൈറ്റ് ആണ് ഷോ oocyte with 2 sporocysts ഉണ്ട്, അതുപോലെ തന്നെ containing 4 sporozoite ഉണ്ട്? ക്രിപ്റ്റോസ്പൊറിഡിയ ആണോ, ഐസോസ്പോറ ബെല്ലി ആണോ, അതോ സൈക്ലോസ്പോറ കാറ്റാനിയസാസ് ആണോ, അതോ ബലാറ്റിഡിയം കോളി ആണോ? ആരാണ് ഒരു oocyte with 2 സ്പോറോസൈറ്റും അതുപോലെ തന്നെ 4 സ്പോറോസോയിറ്റും ഉണ്ടെന്ന് പറയുന്നു? ഏതാണ്? ക്രിപ്റ്റോസ്പൊറിഡിയ ആണോ, അതോ ഐസോസ്പോറ ബെല്ലി ആണോ, അതോ സൈക്ലോസ്പോറ കാറ്റാനിയസസ് ആണോ, അതോ ബലാറ്റിഡിയം കോളി ആണോ? ആരാണ് നമ്മൾ ആൻസർ വരിക? യെസ്, ബി ആണ്, ഐസോസ്പോറ ബെല്ലി ആണ് അല്ലെ? ഐസോസ്പോറ ബെല്ലി oocyte have a 2 sporocyte with 4 sporozoite each. Okay, then which of the following statement about Cyclospora catanensis is true?
It is zoonotic infection. Oocytes are infective immediately after excretion, then recrudescence in common in AIDS patient. It form a cyst in liver tissue. സൈക്ലോസ്പോറ കാറ്റാനിസിസിലെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. സൂണോട്ടിക് ഇൻഫെക്ഷൻ ആണോ അതോ oocyte ആർ ഇൻഫെക്റ്റീവ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആഫ്റ്റർ എക്സ്ക്രീഷൻ ഇമ്മീഡിയറ്റ്ലി ഇൻഫെക്റ്റീവ് ആണോ, അല്ലെങ്കിൽ റിക്രൂഡസൻസ് ഇൻ കോമൺ ഇൻ എയ്ഡ്സ് പേഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ ലിവർ ടിഷ്യൂലൊക്കെ ഒരു സിസ്റ്റ് ഫോം ആവുന്നതാണോ? ഏതാണ് ഇതിൽ സൈക്ലോസ്പോറ കാറ്റാനിസിനെ സംബന്ധിച്ച് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് recrudescence in common in AIDS patient. Due to impaired immunity, cyclospora infection can relapse or persist in immunocompromised host. Already immunity കുറവാണല്ലോ അവർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ടോക്സോപ്ലാസ്മ ഗോണ്ടി, അതുപോലെ തന്നെ നമ്മൾ ബാക്കി ഇൻഡസ്ട്രിയൽ കൊക്കിഡിയസ് പാരസൈറ്റിനൊക്കെ നമ്മൾ MCQs നോക്കി. അപ്പൊ നമ്മൾ ടോട്ടൽ ഒരു 30 MCQs ആണ് നോക്കിയത്. ഓക്കെ, അപ്പൊ നമുക്കിനി വരും ക്ലാസ്സുകളിൽ ബാക്ടീരിയോളജി, നമ്മളിനി ഒരുപാട് ക്ലാസ്സുകളുണ്ട്. നമ്മൾ പാരസൈറ്റോളജി മാത്രമല്ല, നമുക്കിനി മൈക്കോളജി, അതുപോലെ തന്നെ ബാക്ടീരിയോളജി, വൈറോളജി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാവരും കമന്റ് ചെയ്യുക. കറക്റ്റ് ഇപ്പൊ തെറ്റാവാം, നമുക്ക് അറിയില്ല, നമുക്ക് ചിലപ്പോൾ ആർക്കാണെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ സംഭവിക്കാം. പക്ഷെ നമ്മൾ ഇപ്പൊ കമന്റ് ബോക്സിൽ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പൊ ഞാൻ ഇനിയിപ്പോ തെറ്റ് കമന്റ് ഇട്ട് ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊന്നും ആരും വിചാരിച്ചിരിക്കരുത്. നന്നായിട്ട് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് തെറ്റാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇവിടെ നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ നമ്മൾ തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അപ്പൊ അതൊന്നും നമ്മുടെ മൈൻഡിലോട്ട് നിൽക്കും. ഓക്കെ, നമുക്ക് നമുക്ക് മലേറിയ റിലേറ്റഡ് MCQs ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ആക്റ്റീവ് ആയിട്ട് കമന്റ് ഇടും. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ കുറച്ച് പേരാണ് ഇപ്പൊ സ്ഥിരമായിട്ട് ചിഞ്ചു, ചിപ്പി, രമ്യ, പിന്നെ അതുപോലെ തന്നെ അക്ഷര, മിന, പ്രിൻസി, അങ്ങനെ അക്ഷര, അങ്ങനെ അൻസിയ, അങ്ങനെ കുറച്ച് പേരാണ്, അനസിയ, അങ്ങനെ കുറച്ച് പേരാണ് ഇടുന്നത്, പക്ഷെ കമന്റ് ഇടുന്നത്. പക്ഷെ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയിട്ട്, കാണുന്ന എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്തി പോവാം. ഇനിയിപ്പോ ഞാൻ തെറ്റ് ഇട്ടു, ഇനിയിപ്പോ ആൾക്കാർ എന്ത് വിചാരിക്കും, അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എല്ലാവരും നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല, നമുക്ക് തെറ്റുകളൊക്കെ സംഭവിക്കാം. തെറ്റ് തിരുത്തി മുന്നോട്ട് പോവാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തെറ്റാവോ എന്ന് കരുതി പറയാതിരിക്കുന്നത് നല്ലതല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാം. തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്തി പോവാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.